ജിസ്റ്റോയോട് ചോദിക്കുന്ന ആഗ്രഹമുള്ളത്, ഈ തലവൻ ജിസ്റ്റോയുടെ തലവര, ആസിഫിൻ്റെ തലവര, അങ്ങനെ എല്ലാവരുടെയും തലവര ഭയങ്കര ഗംഭീര ഒരു ലെവലിലേക്ക് എത്തിച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ ഈ തൊട്ട് മുമ്പത്തെ സിനിമയിലും ഒരു ഓണർ ചേഞ്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ തലവനിലെത്തുമ്പോൾ അത് കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ചെയ്യുകയാണ്. അപ്പോൾ ജിസ്റ്റോയെ തന്നെ ഒരു നല്ലൊരു പരീക്ഷണത്തിന് നിൽക്കുകയാണ്. ആ സമയത്താണ് ആസിഫ് അലിക്ക് ഒരു വിജയം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം എത്തുന്നത്. ഇതുവരെയുള്ള ജിസ്റ്റോയ് ആസിഫ് അലി കോമ്പോസ് എല്ലാം ഹിറ്റുമാണ്. അപ്പം നമ്മളൊരു പരീക്ഷണം നടത്താൻ നിൽക്കുന്നു. അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ബജറ്റ് എല്ലാം സംബന്ധിച്ചിട്ട്. അതേ സമയത്ത് നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് ഇത് വിജയമാവണം എന്നുള്ളൊരു സംഭവം നിൽക്കുന്നു. ഈ രണ്ട് പ്രഷറിനെ എങ്ങനെയാണ് ജിസ്റ്റോയ് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഇത് ഇവനൊരു പ്രഷറായിരുന്നു, അറിയില്ല, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ്. അല്ല, ഒരിക്കലും പ്രഷറായിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അതായത് ആസിഫ് അലി എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയാം. ആസിഫ് അലിയെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് അയാൾ ഓരോ സിനിമ കഴിയുമ്പോഴും വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലായി എല്ലാ രീതിയിലും. അത് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ, ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും സത്യസന്ധമായിട്ട് 100% ആസിഫിൻ്റെ ഒരു വിജയം ഈ സിനിമ ഓടിയില്ലെങ്കിൽ ആസിഫിന് എന്ത് പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കലും കലവൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എല്ലാ സിനിമ ചെയ്യുമ്പോഴും ആലോചിക്കാനുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ആസിഫ് എന്നല്ല. കാരണം ഒരു നടൻ നമ്മളെ വിശ്വസിച്ചിട്ട് ഡേറ്റ് തരികയാണ്. അപ്പോൾ നമ്മൾ കാരണം അയാളുടെ ഒരു അവസ്ഥ മോശമാവരുത്, കുറേ കൂടെ ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് പോയില്ലെങ്കിൽ പോലും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് ആ നടനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാറുണ്ട്. പിന്നെ ഇത്തവണ തലവൻ ചെയ്യുമ്പോൾ എനിക്ക് ബിജു മേനോൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ബിജു മേനോ അത് വലിയ സപ്പോർട്ട് തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ടാണ് ബിജു എന്നോട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളുടെ കോമ്പിനേഷൻ, ഇപ്പോൾ മറ്റ് പടങ്ങൾക്ക് അനുരാഗരിക്കുമ്പോഴായാലും വെള്ളിമൂങ്ങിയാണെങ്കിലും അവരൊരുമിച്ച് ചെയ്ത പടങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ രണ്ടുപേരെ കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ ട്രിപ്പിലായിരുന്നു ഞാൻ. അത് അങ്ങേയറ്റം ഒറ്റ ഷെഡ്യൂളിൽ ഭംഗിയായിട്ട് ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് എനിക്കൊരു ലേബൽ ഉണ്ടായിരുന്നു, ഫീൽ ഗുഡ് അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറൊക്കെ തന്നു. അപ്പോൾ ഓഫ് കോഴ്സ് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, എതിരെ നിൽക്കുന്നവന് മനസ്സറിയാം. അത് ഉപയോഗിക്കാത്ത നമ്മളിവിടെ വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് പറയും സ്പോർട്സിന് ആ ഹെഡിടും, രാഷ്ട്രീയത്തിൽ ആ ഹെഡിടും, ഇന്റർനാഷണൽ എല്ലാത്തിലും എതിരെ നിൽക്കുന്നവന് മനസ്സറിയുക. അതൊരു എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ സൈക്കോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തലവനെത്തിയപ്പോൾ അത് അപ്പോൾ പൂർണ്ണമായിട്ട് അതിനെ പഴയ മറന്നു കളഞ്ഞുകൊണ്ട് പുതിയൊരു പരിപാടി ചെയ്യാമെന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ആ സ്ക്രിപ്റ്റ് വേറെ 2 പേരുടെ, തിരക്കഥ സംഭാഷണം വേറെ 2 പേരായിരുന്നു. കഴിഞ്ഞ മറ്റ് 5 സിനിമകളും തിരക്കഥ സംഭാഷണം ഞാൻ എഴുതിയത്. ഇതിൽ ഓഫ് കോഴ്സ് സംഭാഷണം ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ 2 പേരും ഒന്ന് പറഞ്ഞ കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ സ്ക്രിപ്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം മുഹൂർത്തങ്ങളുള്ള സ്ക്രിപ്റ്റായിരുന്നു. ഓരോ 10 മിനിറ്റിലും പുതിയ 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 കാര്യങ്ങൾ ലാസ്റ്റ് പടം തീരെ ടൈലൻഡിൽ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക ധൈര്യം ഒരു സംവിധായകന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വലുതാണ്.